വിശുദ്ധമായ റംദാൻ മാസം യുദ്ധത്തിനായി തിരഞ്ഞെടുത്തിരിക്കുകയാണ് അമേരിക്ക. റംദാൻ മാസം വിശുദ്ധമാണ്, നോമ്പുകാലമാണ്. അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ ഇറാനെ അടിച്ചു കഴിഞ്ഞാൽ ഇറാനെ തകർക്കാം എന്നാണ് അമേരിക്കയുടെ വിശ്വാസം. ആ വിശ്വാസം അനുസരിച്ചാണ് അമേരിക്ക ഇപ്പോൾ എബ്രഹാം ലിങ്കനും USS ജെറാൾഡും അടക്കമുള്ള പടക്കപ്പലുകൾ ഇറാൻ തീരത്ത് ഇറക്കിയിരിക്കുന്നത്. പക്ഷേ ഇറാൻ ഇത് മുൻകൂട്ടി കണ്ടിരിക്കുന്നു. അമേരിക്കയോടും ബ്രിട്ടനോടും ഒരു ഒത്തുതീർപ്പുമില്ല എന്ന് ഇറാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനെ ആക്രമിക്കാനാണ് തീരുമാനം. വിശുദ്ധ റംദാൻ മാസത്തിൽ ഇറാൻ യുദ്ധം ചെയ്യില്ല, അല്ലെങ്കിൽ യുദ്ധത്തിന് അവർ മടിക്കും, അല്ലെങ്കിൽ യുദ്ധത്തിന് അവർ മാനസികപരമായി തയ്യാറാകില്ല എന്നൊരു വിശ്വാസമാണ് അമേരിക്കയ്ക്ക് ഉള്ളത്. എന്തായാലും വിശുദ്ധ റംദാൻ മാസത്തിൽ യുദ്ധം നടക്കും എന്നത് ഉറപ്പായി കഴിഞ്ഞു. അതിന് മുന്നോടിയായി ഹോർമുസ് കടലിടുക്ക് ഇറാൻ താൽക്കാലികമായി അടച്ചു. ഇറാനും റഷ്യയും ചേർന്ന് സംയുക്ത സൈനിക അഭ്യാസം നടത്തുകയാണ് ഹോർമുസ് കടലിടുക്കിൽ. റഷ്യൻ നാവികസേന ഇറാന് പിന്തുണയുമായി എത്തിക്കഴിഞ്ഞു. റഷ്യയുടെ അപ്രതീക്ഷിതമായ ഒരു പിന്തുണ, അതും കൃത്യമായ ഘട്ടത്തിൽ ലഭിക്കുന്ന പിന്തുണ, അതാണ് ഇപ്പോൾ അമേരിക്കയെ ആകെ മൊത്തം ബേജാറിലാക്കി മാറ്റുന്നത്. റഷ്യയും ഇറാനും തമ്മിൽ ശക്തമായ ബന്ധമുണ്ട്. ആ ബന്ധം സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് റഷ്യൻ സൈനികർ ഇറാനിൽ എത്തിയത്, ഇറാന് പിന്തുണയുമായി. ഈ സാഹചര്യത്തിൽ അമേരിക്ക കൂടുതൽ പ്രതിരോധത്തിലേക്ക് വലിയുകയാണ്. ഇറാനെ പടക്കപ്പലുകൾ കാണിച്ച് വിരട്ടാമെന്ന് അമേരിക്ക വിചാരിച്ചു. ആ പടക്കപ്പലുകളെ മുങ്ങിക്കപ്പലുകൾ ഉപയോഗിച്ച് തകർക്കുമെന്ന് ഇറാനും തീരുമാനിച്ചു. അതിന് പിന്നാലെയാണ് ഹോർമുസ് കടലിടുക്കിൽ റഷ്യയും ഇറാനും ചേർന്ന് സൈനിക അഭ്യാസം തുടങ്ങിയിരിക്കുന്നത്. റഷ്യൻ സൈനികർ ഇപ്പോൾ ഇറാനിൽ ഉണ്ട്. ലോകം മാറ്റിമറിക്കുന്ന ഒരു യുദ്ധമായിരിക്കും ഇറാൻ അമേരിക്ക യുദ്ധം എന്ന് തീർച്ചയായി. റഷ്യൻ സൈനികർ എത്തിയതോടുകൂടി യുദ്ധം അതിൻ്റെ തീവ്രതയിലേക്ക് പോവുകയാണ്. ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ വെല്ലുവിളികൾക്ക് അപ്പുറം യുദ്ധം എന്ന അനിവാര്യത ഇരു രാജ്യങ്ങളും, അമേരിക്കയും ഇറാനും തിരിച്ചറിയുന്നു. ഇറാൻ അതുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ ശക്തി പ്രകടനങ്ങൾ നടത്തിയത്. തങ്ങളുടെ സൈനിക അഭ്യാസത്തിലൂടെ തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈലുകളും മറ്റും ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിച്ചു ഇറാൻ. ഇരു രാജ്യങ്ങളും സമ്മർദ്ദ തന്ത്രമാണ് പ്രയോഗിക്കുന്നത് എന്നത് വ്യക്തം. ഇറാനുമേൽ ശക്തമായ സൈനിക സന്നാഹമൊരുക്കി ഇറാനെ സമ്മർദ്ദത്തിലാക്കുക എന്നൊരു നയമാണ് അമേരിക്ക സ്വീകരിക്കുന്നത്. ഇറാൻ തിരിച്ച് തങ്ങളുടെ സൈനിക ശക്തി കാണിച്ചു കൊടുക്കുക എന്നൊരു നയമാണ് സ്വീകരിക്കുന്നത്. ജനീവയിൽ ഇരുകൂട്ടരും തമ്മിൽ യുദ്ധ വിരാമത്തിനുള്ള, അല്ലെങ്കിൽ യുദ്ധം ഇല്ലാതാക്കാനുള്ള കാരണങ്ങൾ തിരയുകയാണ്. അതിനുള്ള ചർച്ചകൾ നടക്കുകയാണ്. ആ ചർച്ചകൾക്കൊന്നും ഒരർത്ഥവുമില്ലെന്ന് ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നു ഇറാനും അമേരിക്കയും. രണ്ട് കൂട്ടരും ഒരു അണുകിട പോലും വിട്ടുകൊടുക്കുന്നില്ല. രണ്ടു കൂട്ടരും ശക്തരാണ്. പശ്ചിമേഷ്യയിലെ വലിയൊരു ശക്തിയാണ് ഇറാൻ. ഇസ്രായേലിനെ തകർത്ത് തരിപ്പണമാക്കിയതിന് 6 മാസത്തിന് മുമ്പ് നടന്ന യുദ്ധത്തിൽ അമേരിക്ക കൃത്യസമയത്ത് ഇടപെട്ടില്ലെങ്കിൽ, അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ ഇറങ്ങുമ്പോൾ റഷ്യൻ സൈനികർ ഇറാനിൽ ഉള്ളത് അമേരിക്കയ്ക്ക് നല്ല സൂചനയില്ല. റഷ്യയ്ക്ക് അമേരിക്കയോട് തീർത്താൽ തീരാത്ത പകയുണ്ട്. ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് മുന്നേറാൻ സാധിക്കാത്തതിന് കാരണം അമേരിക്കയുടെ സൈനിക ബലമാണെന്ന് റഷ്യയ്ക്ക് അറിയാം. വ്ളാഡിമിർ പുടിൻ അമേരിക്കയ്ക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന നേതാവാണ്.
ഇറാൻ യുദ്ധത്തിനിറങ്ങുമ്പോൾ അമേരിക്ക വിചാരിച്ചത് റഷ്യയും ഉത്തര കൊറിയയും ചൈനയും മാറി നിൽക്കും എന്നായിരുന്നു. പക്ഷേ റഷ്യ തങ്ങളുടെ സൈനികരെ ഇറാനിലേക്ക് അയച്ചിരിക്കുന്നു. ഇറാനും റഷ്യയും ചേർന്നുള്ള സംയുക്ത സൈനിക അഭ്യാസം, സൈനിക കാഴ്ച ലോകത്തിന് മുമ്പിൽ അവർ അവതരിപ്പിച്ചിരിക്കുന്നു. യുദ്ധം ആസന്നമായിരിക്കെ അമേരിക്ക കളിക്കുന്നത് തീക്കളിയാണ് എന്നുള്ളത് ഉറപ്പ്.